അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 5-ാമത്തെ സൂക്തം വിശദീകരണം ഭാഗം 3. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സയ്യന്ന, നിശ്ചയമായും നാം അലങ്കരിച്ചിരിക്കുന്നു, അസ്സമാ ആകാശത്തെ, അദ്ദുന്യ അടുത്തുള്ള, ബിമസ്വാബിഹ വിളക്കുകൾ കൊണ്ട്, വജഅൽനാഹ നാം അതിനെ ആക്കുകയും ചെയ്തു, റുജൂമൻ എറിയാനുള്ളത്, ലിശയാത്തീൻ പിശാചുക്കളെ, വഅതദ്ന നാം ഒരുക്കി വെച്ചിട്ടുമുണ്ട്, ലഹും അവർക്ക്, അദാബ് ശിക്ഷ, അസ്സഈർ നരകത്തിൻ്റെ. അള്ളാഹു ആകാശത്തെ വിളക്കുകളാൽ അലങ്കൃതമാക്കിയതിനെക്കുറിച്ചും പിശാചുക്കളെ ആട്ടി ഓടിക്കാനുള്ള ഉപകരണമാക്കി അതിനെ മാറ്റിയതിനെക്കുറിച്ചും പറഞ്ഞ ശേഷം, വഅതദ്നാലഹും അദാബ സഈർ, അവർക്ക് നാം നരകശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹുവെ ധിക്കരിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചരിക്കാത്ത പിശാചുക്കൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത് സഈറിൻ്റെ അദാബാണ്, നരകത്തിൻ്റെ ശിക്ഷയാണ്. അദാബ് എന്ന പദം വിവിധ രൂപങ്ങളിൽ ഖുർആനിൽ 28 സൂറത്തുകളിൽ 107 ഭാഗങ്ങളിലായി വന്നിട്ടുണ്ട്. സൂറത്തു ആലു ഇമ്രാനിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഏറെക്കുറെ 30 സ്ഥലങ്ങളിൽ അദാബ് എന്ന പദം സൂറത്തു ആലു ഇമ്രാൻ ഉപയോഗിച്ചിരിക്കുന്നു. അദാബുൻ അലീം, അദാബുൻ ഷദീദ്, അദാബുൻ അലീം, വമ്പിച്ച ശിക്ഷ, കഠിനമായ ശിക്ഷ, വേദനിപ്പിക്കുന്ന ശിക്ഷ എന്നൊക്കെ ശിക്ഷയിലേക്ക് വിശേഷണങ്ങളെ ചേർത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നരകത്തിലേക്ക്, സഈർ എന്ന വാക്കിലേക്കാണ് ഖുർആൻ അദാബിനെ ചേർത്തിരിക്കുന്നത്. കഠിനമായ ജ്വാലയുള്ള, വല്ലാതെ കത്തിജ്വലിക്കുന്ന അവസ്ഥയുള്ള നരകത്തെയാണ് സഈർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജഹന്നം, ലള, ഹുതമ, സഈർ, സഖർ, ജഹീം, ഹാവിയ എന്നെല്ലാം ഖുർആനിൽ നരകത്തിന് പേര് വന്നിട്ടുണ്ട്. ഈ 7 പേരുകളിൽ കഠിനമായി കത്തുന്ന, വളരെ ആഴത്തിൽ കത്തിജ്വലിക്കുന്ന, വല്ലാതെ ജ്വാലയുള്ള, കത്തിപ്പടരുന്ന, കാഠിന്യമുള്ള അവസ്ഥ നരകത്തിനുണ്ട് എന്നതുകൊണ്ടാണ് നരകത്തെ സഈർ എന്ന് പറയുന്നത്. അഥവാ പിശാചുക്കൾക്കും സത്യനിഷേധികൾക്കുമെല്ലാം അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത് ഏറെ കഠിനമായ ജ്വാലയുള്ള, ശിക്ഷയാകുന്ന, സഈറാകുന്ന നരകമാണ് എന്നാണ്. അള്ളാഹുവെ ധിക്കരിക്കുന്ന, നിഷേധത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന എല്ലാ ശൈത്താന്മാർക്കും അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള നരകമാണ്. പടച്ച റബ്ബ് നരകശിക്ഷയിൽ നിന്നും നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ.